നമസ്കാരം. സിനിമാ അഭിനയത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ രക്ഷപ്പെട്ടു എന്നൊരു പ്രതികരണം, എന്നൊരു നിർണായക പ്രസ്താവന കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരുന്നു. ഈ ഒരു വിഷയം, ഈ ഒരു പ്രതികരണം തീർച്ചയായിട്ടും BJP ഒന്ന് ചൊടിപ്പിച്ചിരിക്കുകയാണോ എന്നൊരു സംശയമൊക്കെ അണിയറയിലുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ അനിൽ സാർ നമുക്കൊപ്പമുണ്ട്. ശരിക്കും ഏറെ കൊട്ടി ആഘോഷിച്ചതും വളരെയധികം പ്രതീക്ഷയോടെയൊക്കെ ആയിരുന്നു നമ്മൾ നമുക്കൊരു കേന്ദ്ര സഹമന്ത്രി കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത സ്വീകരിച്ചത്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ സുരേഷ് ഗോപിയുടെ പ്രതികരണം നിരാശ ഉളവാക്കുന്നതാണോ? ഒരിക്കലുമല്ല. എനിക്കൊരു നിരാശയൊന്നുമില്ല. കാരണം നന്മയുള്ള മനുഷ്യർ രാഷ്ട്രീയത്തിൽ വരുമ്പോഴാണ് രാഷ്ട്രീയത്തിന് സംശുദ്ധി ഉണ്ടാകും. ഇപ്പോൾ സുരേഷ് ഗോപി നമുക്കറിയാം, പൊതുവെ മലയാളിക്ക് അറിയാവുന്നതാണ്. നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൻ്റെ അതായത് വൃത്തികേടുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും കൂടി സിനിമയാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു തുറന്ന പറച്ചിലാണ് അദ്ദേഹം നടത്തിയത്. ഒന്നും ഒളിച്ചു വയ്ക്കാന്നില്ല. മറ്റു പലരും ഒളിച്ചു വെച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒളിച്ചു വയ്ക്കാൻ തുറന്ന് പറഞ്ഞതാണ്. അതിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ലാന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറിയാൽ അത് എങ്ങനെയെങ്കിലും BJP ബാധിക്കുമോ? ആ ഒരു സ്ഥാനം പോയാൽ തീർച്ചയായിട്ടും. കാര്യം ഈ കഴുകന്മാരെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് BJP കേരളത്തിൽ വേര് പിടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് ഒരു ഭീഷണി ഇപ്പോൾ നിലവിൽ സുരേഷ് ഗോപിയാണ്. കാരണം 75,000 വോട്ടിന് അദ്ദേഹം ജയിച്ചത് കേവലം ഹിന്ദുക്കളുടെ വോട്ടുകൊണ്ട് മാത്രമല്ല, അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ സമുദായക്കാരും വോട്ട് കിട്ടും. അങ്ങനെ ഒരു ജനകീയ MP ആണ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും BJPയുടെ കേരളത്തിലെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ പറ്റും. അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു സംശുദ്ധ വ്യക്തി മുന്നിൽ നയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കൂട്ടർക്കെല്ലാം വലിയ ഭീഷണി ഉണ്ടാവാം. ആ ഭീഷണിയാണ് ഇവരെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യമില്ലാതെ ഇത്തരം ചെറിയ കാര്യങ്ങൾ. കാരണം അദ്ദേഹം ആഭ്യന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, നിൽക്കുന്ന തൊഴിലിൽ എനിക്ക് കുറച്ച് ശ്രദ്ധിക്കണം, സ്വാഭാവികമായിട്ട് എനിക്ക് അവസരം തരണമെന്ന് പറയുന്നതിന് തെറ്റൊന്നുമല്ലല്ലോ എന്ന് കരുതി ഇതെല്ലാം വെച്ച് മതിയാക്കി 24 മണിക്കൂർ കേന്ദ്രമന്ത്രിയായി നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ലക്ഷ്യം അതൊന്നുമല്ല. ലക്ഷ്യം ഇദ്ദേഹത്തിൽ കൂടി കേരളത്തിലെ BJP അതുവഴി മറ്റു പലർക്കുമുള്ള വഴി ഒരുക്കി കൊടുക്കലാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു BJPയുടെ തകർച്ചയ്ക്ക് പിന്നിൽ ഉൾകളിയാണോ അതോ പുറത്തു നിന്നുള്ള കളിയാണോ? എന്താണ് സാർ വിശ്വസിക്കുന്നത്? BJPക്ക് ഉള്ളിൽ കളികളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം വളർന്നു തന്നെ വലിയ താഴെ എന്ന് പറയുന്നൊരു കേരള BJP മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ല. ഇപ്പോൾ എല്ലാവരും ഒത്തൊരുമ, നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സംസ്ഥാനത്തിൽ ഭരണം പിടിക്കണം, അല്ലെങ്കിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ പാലം വയ്ക്കുന്നൊക്കെ പറയുന്നത് എതിർപക്ഷത്ത് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇതിനകത്തൊരു തമ്മിലടി പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്കെതിരെയുള്ള ശത്രുതയും മുറവിളിയും കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ ആഗ്രഹങ്ങൾ തന്നെ നടക്കും. ഇത്രയുള്ള അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയും. പക്ഷേ അത് അതിജീവിക്കും. സ്റ്റേറ്റ് BJP ഇപ്പം കുറച്ചുകൂടി സ്ട്രോങ് ആണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതാണ് നമുക്ക് പൊതുവെ കാണുമ്പോൾ മനസ്സിലാവും. മാത്രമല്ല സുരേഷ് ഗോപി നടത്തുന്ന മറ്റൊരു പ്രസ്താവന ഈ മന്ത്രിസ്ഥാനം താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമായിട്ട് കണ്ടാണ്. കാരണം പലരും രാഷ്ട്രീയത്തിൽ വരുന്നത് പല ഉദ്ദേശങ്ങളുണ്ട്. കുറച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വേണ്ടപ്പെട്ട സ്ഥാനത്ത് എത്തിക്കാം എന്നുള്ള ചിന്തകളിൽ പലരും വരുന്നത്. പക്ഷേ അപവാദമാണ് ഇദ്ദേഹം. കാരണം അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട്, എനിക്ക് മന്ത്രിസ്ഥാനം വെച്ചാൽ എനിക്ക് മന്ത്രിയാവേണ്ട കാര്യമില്ല. മന്ത്രിയാവാതെ തന്നെ അദ്ദേഹം ജനങ്ങളെ സേവിക്കുന്നു. കിട്ടുന്ന അദ്ദേഹം സമ്പാദിക്കുന്ന പൈസയുടെ വലിയൊരു ഭാഗം ഈ പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ആവശ്യക്കാർക്ക് വേണ്ടി അദ്ദേഹം ചിലവാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിസ്ഥാനത്തിൽ കൂടി ജനങ്ങളെ സേവിക്കേണ്ട കാര്യം ഇതൊന്നുമില്ല. അതിനെന്നറിയാം അദ്ദേഹത്തിൻ്റെ സഹായം പറ്റിയവർക്ക് കൃത്യതറിയാം, പൊതുസമൂഹത്തിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസ്ഥാനം എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു ഒരു വലിയ കിരീടമായിട്ട് സുരേഷ് ഗോപി കാണുന്നില്ല. കാണുന്ന ആളുകളുടെ സംഭവം ഉണ്ടാവാം. ഇദ്ദേഹത്തിന് അതിനൊരു ഒരു ചെറിയ സംഭവം കാണുന്നുണ്ടാണ് അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നത്. ഇത് വലിയൊരു മഹാസംഭവമാണ്, കേന്ദ്രമന്ത്രി സ്ഥാനം വലിയൊരു സംഭവമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റെല്ലാം വെച്ച് മതിയാക്കിയിട്ട് മന്ത്രിപ്പണി ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു മനുഷ്യ സത്യസന്ധതയാണ്. ആ സത്യസന്ധത ചോദ്യം ചെയ്യുന്നതിലാണ് ഇവിടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു കേന്ദ്രമന്ത്രി കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഇലക്ട് ആയിട്ട് പോയൊരു കേന്ദ്രമന്ത്രി കിട്ടുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വാനോളം ഉയർന്നതാണ്. അപ്പം ആ പ്രതീക്ഷയ്ക്ക് ഒരു ഭംഗം വരുന്ന ഒരു തീരുമാനമായിരിക്കില്ല കേന്ദ്രമന്ത്രി സ്ഥാനം പോയാൽ. അല്ല, അങ്ങനെ അദ്ദേഹം രാജിവെക്കും എന്ന് പറഞ്ഞായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടില്ല. അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചു, എനിക്ക് സിനിമയിൽ കൂടി അഭിനയിക്കണം, എനിക്ക് അന്നത്തെ മേഖലയാണ്, എനിക്ക് കുറച്ച് പ്രോജക്റ്റുകൾ സംഭവമുണ്ട് എന്ന് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരത്തിൻ്റെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുകയായിരുന്നു. അപ്പോൾ ആ നിർദ്ദേശത്തിൽ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു യോഗത്തിൽ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഏതൊരു പ്രസിഡന്റ് യോഗത്തിൽ സംസാരിച്ചാണ് പറഞ്ഞത്.
എനിക്കിതാണ് പ്രധാനം എന്ന് പറയും. എന്ന് കരുതി BJP-യിലെ ഈ കുട്ടി മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന ആരും മനപ്പായസം ഒന്നുമില്ല. അതിനൊന്നും സുരേഷ് ഗോപി തയ്യാറാവുകയില്ല. ഒരു തർക്കം വേണ്ട. അദ്ദേഹം പറഞ്ഞുകൊണ്ട വാസമായിരിക്കാം. പക്ഷേ മനപ്പായസം കൊണ്ടിരിക്കുന്നവർ ഉണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഉണ്ടിന് കൈ തുറച്ച് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കുക. കൃത്യമായിട്ടില്ല. അദ്ദേഹം ഇനിയും ഇതിനകത്ത് ഈ കേന്ദ്രസ്ഥാനത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യമാണ്. ഭാവിയിൽ ഗവൺമെൻറ് ആയിക്കൂടാകില്ല. ഈ കേരളത്തിലെ BJP-യുടെ വളർച്ചയ്ക്ക് അദ്ദേഹം വലിയൊരു അസറ്റാണ്. ആ അസറ്റിനെ നശിപ്പിക്കാൻ ആരും ഇനി തയ്യാറാവില്ല. അങ്ങനെ ആരും തയ്യാറായാൽ പാർട്ടിക്കുള്ള ആരും തയ്യാറായി കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് വൻ മണ്ടത്തിന്. അപ്പോൾ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം നിൽക്കവേ തന്നെ അദ്ദേഹത്തിന് സിനിമ ഇത് രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? അങ്ങനെ അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് സുരേഷ് ഗോപിയാണ് മറുപടി പറയുന്നത്. കാരണം അദ്ദേഹത്തിനെ അറിയും എന്തുമാത്രം സ്ട്രെയിനാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഉണ്ടാവുന്നത്. സ്വാതന്ത്ര്യ സ്ഥാനത്ത് എത്തുമ്പോൾ അവിടെ ചുമതല എന്തെന്നുള്ളത് സ്വാഭാവിക അദ്ദേഹത്തിനെ പറയാൻ. എന്നിരുന്നാൽ പോലും പലരും പല ജോലികൾ ഒരു ദിവസം കൊണ്ടുപോകുന്നു. അപ്പോൾ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയുടെ പ്രത്യേകത പറയുന്നത് അദ്ദേഹം മിനിസ്റ്റേഴ്സിന് 24 hours അതിന് ആവശ്യമുണ്ട്. അതാണ് ഇതിൽ പ്രശ്നം. മറ്റു പേർക്ക് അങ്ങനെയല്ല. നമ്മൾ പല കേന്ദ്രങ്ങളും കേരളത്തിൽ കണ്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പറഞ്ഞ് കേരളത്തിൽ കറങ്ങിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇത് അങ്ങനെ ഒരു സംസ്കാരമല്ല മോദിയുടെ മന്ത്രിസഭയ്ക്കുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം കേന്ദ്രമന്ത്രി സഭയ്ക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ സേവനത്തിന് വേണ്ടി വരും. അത് ഇദ്ദേഹം സിനിമയുമായി അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കുമെന്നാണ് അവിടെ പ്രതീക്ഷ. അല്ലാതെ ഒന്ന് കളഞ്ഞിട്ട് മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോകുമെന്ന് തോന്നുന്നു. രണ്ടും സമാനമായിട്ട് കൊണ്ടുപോകാനാണ് സാധ്യത. നമുക്ക് ഇന്നലത്തെ ആ ഒരു പ്രതികരണം കേട്ടപ്പോൾ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനമാണ്, അത് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു നിഗമനത്തിൽ എത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉടലെടുത്തത്. അപ്പോൾ കേന്ദ്രം എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക? എന്തായിരിക്കും? അല്ല, ഇദ്ദേഹം കൊടുത്ത നിർദ്ദേശം അമിത്ഷാ ഇന്നലെ കൈയോടെ തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്നത്. കാര്യം ഇദ്ദേഹം 20 സിനിമ എന്തോ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും അത്രയും ചെയ്യാൻ പറ്റും. ഒരു വർഷമായിട്ട് 20 സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് നല്ലൊരു എന്താണ് ശതമാനം നമ്മൾ വിട്ടു നിൽക്കേണ്ടത്. അത് അദ്ദേഹം കാരണം ഉത്തരവാദിത്തപ്പെട്ട 2 സ്ഥാനങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. 2 വകുപ്പുകൾ. അവിടെ കൂടുതൽ ഇടപെടേണ്ടതായിട്ടത്. അതുപോലെ നിരന്തരമായ മീറ്റിങ്ങുകൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണെങ്കിലും കുറച്ച് കൂടുതലാണ്. എല്ലാവരും പല ഭാഗത്തു നിന്ന് എങ്ങനെയെങ്കിലും ഇതിനെങ്ങനെ അട്ടിമറിക്കാൻ പറ്റും നോക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായിട്ട് അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് തൃശ്ശൂരിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തേണ്ടതായിട്ട് സ്വാഭാവികം ജോലി കൂടുതലാണ്. പിന്നെ ഈ 24 hours വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സിൽ മനുഷ്യനുമുണ്ട്, സുരേഷ് ഗോപിക്കുമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹം പരിചയിക്കും. അല്ലാതെ എന്തായി പറയുക, ഈ ജനങ്ങളെ തിരസ്കരിച്ചു അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കിട്ടിയ മന്ത്രിസ്ഥാനം വലിച്ചെറിയും എന്നുള്ള ചിന്തയൊന്നും ആർക്കുമല്ല. അങ്ങനെ വലിച്ചെറിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയുന്ന സുരേഷ് ഗോപിയെ ഞാൻ അങ്ങനെ ഉണ്ടാവും. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ ഒരു പ്രതികരണം കൊണ്ട് അണികളുടെ ഒരു ആവേശം അത് തകരണ്ട എന്ന് തന്നെയാണ് സാറ് പറഞ്ഞു വയ്ക്കുന്നത്.